ഹലോ ഗായ്സ്, വെൽക്കം ടു HS7YT. ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ നാളുകളായി. അപ്പോൾ നമ്മൾ നേരത്തെ ഇടയ്ക്ക് ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് നിർത്തി കുറച്ചായി. ഇപ്പോൾ വീഡിയോസ് നല്ല ഗ്യാപ്പായി. അപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇന്ന് ചെറിയൊരു മോഡ് വീഡിയോ, അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്നിപ്പോൾ ദുബായ് ഡെസേർട്ടിലേക്കാണ് റൈഡ് പോകുന്നത്. ഓക്കെ, നമ്മൾ ദുബായ് ഡെസേർട്ടിലേക്ക് റൈഡ് പോവുകയാണ് ഇന്നിപ്പോൾ. അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടി നമ്മളൊരു വണ്ടി ഇന്ന് ഒപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എടുത്തേക്കണ വണ്ടി എന്ന് പറഞ്ഞാൽ നിസാൻ നവേര എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു പിക്കപ്പ് പോലത്തെ ഒരു വണ്ടിയാണ്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഇപ്പുറത്ത് കിടക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജി വാഗൻ്റെ ഇലക്ട്രിക് വെർഷനാണ്. ഓക്കെ, അത് നമ്മൾ ബോഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് എൻജിൻ നമ്മുടെ സാധാ ജി വാഗൻ്റെ എൻജിൻ കയറ്റാൻ വേണ്ടി ഇട്ടേക്കുവാണ്. ബോഡി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ഇന്നിപ്പോൾ ഇതും കൊണ്ടാണ് പോകുന്നത്. അടുത്ത പ്രാവശ്യം നമുക്ക് ഇത് സെറ്റ് ചെയ്ത് പറ്റണം. ഈ വണ്ടി കൊണ്ട് അടുത്ത പ്രാവശ്യം പോവാം. ഓക്കെ, നമ്മൾ ഡെസേർട്ട് ട്രിപ്പാണ് ഇന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഈ വണ്ടി എടുത്തേക്കാം. ഓക്കെ, നിസാൻ്റെ വണ്ടിയാണ്. അത്യാവശ്യം ഒരു ഓഫ് റോഡ് ലെവലിൽ നമ്മൾ മോഡിഫിക്കേഷനൊക്കെ ചെയ്തേക്കണതാണ്. ലൈറ്റൊക്കെ അഡീഷണൽ ആഡ് ഒക്കെ ചെയ്ത്. ഓക്കെ, വണ്ടി എടുക്കാം. നമ്മൾ ജസ്റ്റ് നല്ലോണം വണ്ടി ഒന്ന് ട്യൂൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റേജ് 2 കൺവേർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി. ഓക്കെ, നമ്മളിപ്പോൾ നമുക്കിവിടെ നേരെ സ്റ്റാർട്ട് ചെയ്തേക്കാം. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടെയാണ്. ഓക്കെ, നേരെ ചൂസ് ചെയ്തേക്കാം. ചെറുതായിട്ടൊന്ന് വഴിയൊന്നും നമുക്കറിയില്ല കൃത്യമായിട്ട്, എന്നാലും പഠിച്ചു വെച്ചേക്കാം വഴി. ഓക്കെ, വഴി കൃത്യമായിട്ടൊന്നും അറിയില്ല. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ജമ്പാണ് കേട്ടോ. നമുക്ക് ഇവിടെ ജമ്പ് അടിച്ചു വിടാം. ഇതിൻ്റെ ഒരു സക്സസ്ഫുൾ അറിയുക, നമുക്ക് ജസ്റ്റ് ചാടി വെക്കാം. എന്താ വെച്ചാൽ നമ്മൾ ട്രിപ്പ് ജസ്റ്റ് ട്രൈൽ അടിച്ചേക്കാം. വടി പക്ക. ഓ, ജസ്റ്റ് ഒന്ന് മറന്നു ഞാൻ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വണ്ടി പക്ക സെറ്റ്. നേരെ വഴക്കുന്നു. ഈ വഴി നേരെ പോകണം നമ്മളെ ഹൈവേയിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരെ ജസ്റ്റ് ചാടിയത്. കാട്ടിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, നമുക്ക് വണ്ടി നടത്താം. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് ലെഫ്റ്റാണ് എടുക്കേണ്ടത്. നൈസായിട്ട് ലിഫ്റ്റൊക്കെ ആയി പോവുകയാണ്. എന്താ വെച്ചാൽ സ്റ്റേജ് 2 നമ്മൾ ആക്കിയത് പെർഫോമൻസ് ഒക്കെ. ഓക്കെ, ഇതാണ് എടുക്കേണ്ടത്. വണ്ടിയാണ്. പോലീസ് ഉണ്ടായി പോയിരുന്നില്ലേ? പോലീസാണ് അറസ്റ്റ് ചെയ്ത്. ഇത് പിന്നെ നമ്മൾ പോവാണ്, ഇല്ലെങ്കിൽ നമ്മൾ തീർക്കാനായിട്ടാണ്. നമുക്കിത് നേരെ കിട്ടാം. നമ്മൾ ഇന്നത്തെ വീഡിയോ ലൈറ്റ്, നമുക്ക് കുറച്ച് ലൈറ്റ്സ് ഒക്കെ വേണം. നമുക്ക് നമ്മുടെ വീഡിയോസിന് ലൈറ്റ്സ് വ്യൂസൊന്നുമില്ല. മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ലൈറ്റ്സും വരുന്നുണ്ട് മാക്സിമം. ഓക്കെ, നേരെ പോവാം. ഇന്നൊരു നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഒരു കോറിയാണ്. നമുക്ക് ദിവസം അവിടെ കയറിയിട്ട് പോവാം. ഇതെല്ലാം സെൽഫിൻസ് അപ്പുറത്താണ്. നമുക്ക് ഇവിടെയാണ് എൻട്രൻസ് വന്നത്. എൻട്രൻസിലേക്ക് നേരെ പോവാം. നമ്മൾ റോട്ടിൽ നിന്ന് മാറിയില്ല. ഇതാണ്
ഇന്ന് വഴി ഏത് വഴി എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അത് നോക്കട്ടെ ഗൈസ്. ഓക്കെ, വഴി സ്റ്റാർട്ട് ചെയ്യണോ? അപ്പുറത്തെ സൈഡിലാന്ന് പോകുന്നത്. നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങ് പോകാം. ജസ്റ്റ് മിസ്. ഭാഗ്യം കൂടെ സേഫ് ലാൻഡിങ് കഴിഞ്ഞു. ഇതിപ്പോൾ വണ്ടി ഇപ്പോൾ പീസായി പോയേനെ. നമ്മുടെ ഷോക്കൊക്കെ അത്യാവശ്യം ഓഫ് റോഡ് സ്പെക്കിലൊക്കെ ഏറ്റവും കൂടിയ ഷോക്കൊക്കെയാണ് വെച്ചേക്കുന്നത്. അതാണ് പിന്നെയും കുഴപ്പമില്ലാത്ത അപ്ഗ്രേഡ് ചെയ്തൊക്കെ വലിയ വിഷയം പറ്റിയില്ല. ഒന്നും പറ്റിയൊന്നുമില്ല വണ്ടിക്ക്. കൃത്യം നേരെ ഇരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് എൻട്രൻസ്. നമുക്ക് നടിയാൽ പോയിട്ടായിരുന്നു വിഷം പിടിച്ചത്. ഓക്കെ, നല്ല കലക്കം മഴ പെയ്യാനുണ്ട് ഇപ്പം. രാവിലത്തേലൊക്കെ വന്ന് ഇവിടെ മിക്കവാറും വർക്കേഴ്സൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇങ്ങോട്ട് കയറ്റി വീട്ടിലെന്ന് തോന്നുന്നത്. ഓക്കെ, ഇവിടെ വലിയൊരു ട്രക്ക് കിടക്കുന്നുണ്ട്. സീന ആ ട്രക്കൊക്കെ വെച്ച് ഇങ്ങോട്ടൊരു അടിയിട്ടേലേ എനിക്കിട്ട് ഇടിയിട്ട് വണ്ടിയൊന്നും ഉണ്ടാവില്ല. അമ്മാതിരി വലിയ സാധനമൊക്കെ നമുക്ക് തിരിച്ച് കയറിയേക്കാം. നമുക്കിനി ഡെസേർട്ടിലേക്ക് ഇടാം. ഓക്കെ, നമ്മളിവിടെ റൂം എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ചെറുതായിട്ടെന്തോ തിന്നണ പോലെ തോന്നുന്നുണ്ട്. ഇതാണ് മെയിൻ ഗേറ്റ് എൻട്രൻസ്. ഓക്കെ, നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. എന്ത് കളിക്കാൻ ജസ്റ്റ് നമുക്കൊന്ന് ആദ്യം തന്നെ നമ്മൾ റൂമൊന്ന് കാണിക്കാം നിങ്ങളെ. നമ്മളിപ്പോൾ റെൻറ്റിൻ്റെ അടുത്തേക്കാണ് റൂം. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ എടുത്തേക്ക റൂം. പിന്നെ നമ്മുടെ ഗ്യാരേജ് ഇവിടെ ആയിട്ടാണ് വന്നത്. നമ്മളിപ്പോൾ ഗ്യാരേജിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് നമ്മളിപ്പോൾ ഈറോഡ് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. നമ്മൾ നേരെ ഓഫ് റോഡിലേക്ക് പോവാണ്. ഓഫ് റോഡ്സ് അടിക്കാൻ വേണ്ടി. ഓഫ് റോഡ്സ് അല്ല, ഡെസേർട്ട് ട്രാക്കൊക്കെ അടിക്കാൻ വേണ്ടി. ഡെസേർട്ടിൽ ഓരോ ഓഫ് റോഡ് പോലത്തെ ഓരോ ട്രാക്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഡെസേർട്ട്സിൽ. അതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ് ഈ വണ്ടി കൊണ്ട്. ഡാമിൻ്റെ റൂട്ടിൽ തന്നെ അല്ലേ?
കേസ് ഇത് തന്നെയാണ് ഡാം ചെയ്യുക. ഇപ്പോൾ ട്രക്കിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഡാം ഏരിയ. നൈസാണ്. ഏത് രീതിയിൽ വെള്ളം വന്നത്? ഓക്കെ, ഇവിടെ വെള്ളമാണ്. ഇവിടെയും വെള്ളമൊക്കെ ആണ്, പക്ഷെ സ്റ്റോറേജ് ഉള്ള അപ്പുറത്താവുന്നു. സ്റ്റോറേജ് അപ്പുറത്താണ്. ഇവിടെയാണ് മറ്റേ കൺവേർട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്തില്ലേ, നമ്മളൊരു ടൂറിസ്റ്റ് നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. ആളിവിടെ ഫുള്ള് കറങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മളിപ്പോൾ തന്നെ. ഓക്കെ, അപ്പം പുള്ളി പറഞ്ഞാൽ നമ്മൾ പുള്ളിയോട് ചോദിച്ചിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളാണ് അത്ര നമ്മൾ കാണാനുള്ള അങ്ങനത്തെ ഒരു പ്രത്യേകതയൊക്കെ ഉള്ളതെന്ന് സ്ഥലങ്ങൾ ചോദിച്ചാൽ. അതുകൊണ്ട് നമ്മുടെ ഡാമിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു ഗോസ്റ്റ് ടൗൺ ഉണ്ട്. ഓക്കെ, നേരത്തെ അവിടെ ഉള്ള ആൾക്കാരൊക്കെ എന്തോ വൈറസ് എന്തോ വന്നിട്ട് ഫുള്ള് എല്ലാവരും ഡെഡായി പോയതാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാരെന്നെ ഗോസ്റ്റിനെയൊക്കെ രാത്രി കാണാണ് അങ്ങനത്തെ കേസൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെയാണ് അതിനൊരു ആ ടൗണിന് ഗോസ്റ്റ് ടൗൺ എന്നുള്ള പേര് വന്നു തന്നെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് അവിടെ വരെ പോയി നോക്കാം. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു മലയുടെ മുകളിലേക്കൊരു റോഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കപ്പോൾ അതും കൂടി കയറിയേക്കാം. ഓക്കെ, നമ്മൾ എന്താ ശിവൻ മല എന്നാണ് നമുക്കത് കയറാം. ശരിക്കും നമ്മൾ പുള്ളി പറഞ്ഞ രീതിയിലാണ് നമുക്ക് ഗോസ്റ്റ് ടൗണിലൊന്നും ജസ്റ്റ് നൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് വരാത് നൈറ്റിൽ ഗോസ്റ്റ് ടൗൺ വന്നാൽ വല്ലാണ്ട് പോലെയാണ് നമുക്ക് ഫീലാവുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ പേടിക്കുകയൊക്കെ ചെയ്യും, ഗോസ്റ്റിനെ കാണുമെന്നൊക്കെയാണ് പറയണത്. ഓക്കെ, നമുക്ക് പക്ഷെ അത് അത്ര വിശ്വാസം പോയാ ഈ വഴിയാണ്. ഓക്കെ, ഇതാണ് ഗോസ്റ്റ് ടൗൺ എന്ന് പറയണവര്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒറ്റ താമസമില്ല. ഓക്കെ, മൊത്തം അബാൻഡൻഡ് ആയി കിടക്കാണ്. ഓക്കെ, ഇവിടെയാണ് ഇവരെല്ലാവരെയും കുഴിച്ചിട്ട് ഇതാക്കിയത് സ്ഥലങ്ങൾ. ഓക്കെ, ഗ്രേവി യാർഡാണ്. ഇവരെല്ലാവരെയും അടക്കിയ സ്ഥലങ്ങളാണ്. ഓക്കെ ഓക്കെ, ഒരു സ്ഥലത്ത് മാത്രം ഒരു പൂവിരിക്കണത് അത് കണ്ടോ നിങ്ങൾ? ജസ്റ്റ് പൂവിരിക്കണത് അതായിരിക്കും. ചിലപ്പോൾ ഇവിടെ ആരെങ്കിലും വന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോയി വെച്ചായിരിക്കും, പറയാൻ പറ്റില്ല. ഇവിടെ കുഴിയുണ്ട്, നൈസ് കുഴി കണ്ടത്. ഓ, ബാക്ക് ടയർ ഫുള്ളായിട്ട് തന്നു പോയിട്ടുണ്ട്. ഓ, ഫ്രണ്ട് വീലൊക്കെ പൊങ്ങി. നമ്മളെ 4x4 വിഷയമൊന്നുമില്ല. ഓക്കെ, അതാണ് നമ്മൾ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ ഞാൻ ചെയ്യണത്. ഓക്കെ,
പുള്ളി വേറെ റീസൺ പറഞ്ഞു, നമ്മൾ ഈ ഓഫ് റോഡ് നൈറ്റ് കയറുമ്പോൾ അടിപൊളിയായിരിക്കും പറഞ്ഞത്. മലയുടെ മുകളിൽ ഓക്കെ, ഇവിടെ ഈ വഴിയാണ്. ഇതാണ് വഴി. മേഘങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് നൈസാട്ടോ മേഘങ്ങളൊക്കെ. അവിടെ എന്താണ് വേറെ ദിവസം പറഞ്ഞത്, നമ്മളുടെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ വണ്ടി നോക്കിയായിരുന്നു സ്റ്റാർട്ട് ആവുമെന്ന്. അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ഒക്കെ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, സ്റ്റാർട്ട് ആവണമെന്നില്ല, വണ്ടിക്ക് എത്ര പ്രശ്നമൊക്കെ ഉണ്ട്. നമ്മൾ എഞ്ചിൻ സൈഡൊക്കെ നോക്കിയായിരുന്നു, എഞ്ചിൻ സൈഡൊക്കെ ഇച്ചിരി ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വണ്ടി നൈസിൽ എടുത്താണ്. എഞ്ചിൻ അബാൻഡൻ്റ് ആയി കിടക്കുന്ന വണ്ടിയാണ് തോന്നുന്നത്. ഓക്കെ, വേറെ ഒരു ഇതരം അങ്ങനെ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, പക്ഷെ തൊടാൻ പേടിയൊക്കെ ആയിട്ടായിരിക്കുള്ളൂ. ഓക്കെ, നമുക്ക് പേടിയൊന്നുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കൊരു ദിവസമല്ലേ നൈസിനൊരു ടോ ട്രക്കും കൊണ്ട് വന്നിട്ട് ആ വണ്ടി വലിച്ചുകൊണ്ട് അങ്ങ് പോവാം. ഓക്കെ, നമുക്ക് നോക്കാത് നൈസാണ് ഇവിടെ. അയ്യോ, പോയാണ് നമ്മൾ താഴത്തോട്ട്. നമ്മൾ നൈസിൽ നിന്ന് ഇവിടെ ചാടിച്ചാലും കഴിക്കണം. ചാടിച്ചാണ് നമ്മളെ ഫ്രണ്ടിൽ വെച്ച ബമ്പറിൻ്റെ അവിടെ വെച്ചങ്ങനെ ആ പീസ് വിഷുണ്ട് ബെൻഡായിട്ടുണ്ട്. ഓക്കെ, വേറെ ഒന്നും പറ്റിയൊന്നുമില്ല പ്രത്യേകിച്ച്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം ഇങ്ങോട്ട് വന്നപ്പോൾ അത്യാവശ്യം ഓക്കെ, ആ നമുക്ക് അടുത്ത ഈ ട്രാക്ക് പോവാം. ഓക്കെ, നേരെ പോകാം. ആ ഓഫ് റോഡ് ട്രാക്ക് വരാം. ആ ഡെസേർട്ട് റോഡിൽ പോവാം. ജസ്റ്റ് ഒന്ന് പറ്റിയതാണ്, ശ്രദ്ധിച്ചില്ല, കിട്ടിയില്ല. ഇതാണ് വഴി. ഈ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഏകദേശം ബ്ലറായി ചോദിക്കാണ് ബോർഡൊക്കെ വായിക്കാൻ പറ്റുന്ന വഴിക്ക്. സ്ട്രെയിറ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്.
സെറ്റിങ്സ് വെച്ച് ക്യാമറ വെച്ച് കാണാം, ഒന്നും കാണാൻ പറ്റില്ല. പൊടി മാത്രമേ ഉള്ളൂ നിറച്ച്. ഇവിടെ വരെ ഉള്ളത് താഴത്തേക്ക് കാണാം. നമ്മൾ ഇങ്ങോട്ട് വന്നില്ലേ, അവിടെ നിന്ന് കട്ട് ചെയ്തില്ലേ, ആ അത് ഇങ്ങോട്ടാ പോണത് നോക്കാം. മഴക്കുള്ളിലൊക്കെ തട്ടിയിട്ടുണ്ട് അറിയാം. ലൈറ്റ് എടുക്കാം നമുക്ക്. ഓക്കെ, ഇതൊരു പാലാന്ന് തോന്നുന്നു. മഴക്കുള്ള പാലാണ്. നൈസായിരുന്നു പതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വേറെ ഏതാ ഉള്ളത്? ഓക്കെ, നേരെ പോയി കഴിയുമ്പോണ്ട് ഒരെണ്ണം അത് കയറാം. ഒരു വീടൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് അങ്ങോട്ട് വേറെ വഴിയൊന്നുമില്ല. അത്ര രക്ഷപ്പെടാന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഗ്രീനറി അത്യാവശ്യം നൈസുണ്ട്. നൈസായിട്ട് ഗ്രീനറി യൂസ് ഉണ്ട്. നൈസായിട്ട് ഇങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് ഡെസേർട്ടാന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഫുള്ള് പച്ചപ്പാണ്. അത്യാവശ്യം നല്ലോണമുണ്ട് പച്ചപ്പ്. ഇവിടെ ലൈറ്റ് എടുക്കാം. ഇവിടെ നൈസായിട്ട് വഴിയൊക്കെ ഫുള്ള് വളവൊക്കെയാണ്. പിന്നെ അടിപൊളിയായിട്ടാണ് നേരത്തേക്കാളും. ഇത് റോഡിൽ എൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നൈസിൽ ഇനി നമുക്ക് നേരെ നമ്മുടെ ഫ്രണ്ടിനടുത്ത് വീട്ടിലോട്ട് പോകാം. എന്താ ചെയ്യുന്നത്, നമ്മൾ വല്ലാണ്ട് ടയേർഡായിട്ടുണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് രാവിലെ തന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകണം. ഇവിടെ വേറെ പ്രത്യേകിച്ച് കാണാൻ സ്ഥലങ്ങളൊന്നുമില്ല. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്കിനി നമ്മുടെ ആ G-Wagon കൊണ്ട് വരാം. ഓക്കെ, അതിന് മുമ്പ് നമ്മുടെ ആ വണ്ടി ഒന്ന് എടുത്തുകൊണ്ട് പോകണം. ഓക്കെ, അതിന് വേണ്ടി നമുക്കൊരു പിക്കപ്പായിട്ടൊക്കെ അടുത്ത ദിവസം വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ see you guys, see you in next video. Bye.